നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ വെൽക്കം ബാക്ക്. വീട്ടിൽ രാവിലെ എത്തുന്ന വരെയുള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഇനി അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് കണ്ടാലോ. വീട്ടിലെത്തി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ കുളിച്ചൊരുങ്ങി പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എവിടെ പോയാലും എടുക്കാൻ മറക്കാത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അത് അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര നേരത്തെ റെഡി ആയാലും മേക്കപ്പ് ഇട്ട് തീരാത്ത ഒരാളേനെ ഉണ്ട് ഞാൻ ഈ വെയിറ്റ് ചെയ്ത്. ഫൈനലി ആള് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും നേരെ പട്ടാമ്പിയിലാണ് ഇട്ട പോകുന്നത്. എല്ലാവരുടെ ജീവിതത്തിലേ അവർക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ടാവില്ലേ, ഒന്നോ രണ്ടോ ഗേൾ ഓർ ബോയ് വാട്ടെവർ എല്ലാവർക്കും. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ് കമ്മിങ് ഡേയ്സിൽ വരുന്ന ആൾക്കപ്പൊ സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വട്ടാമ്പി. ഞങ്ങൾ രണ്ടുപേരും മിക്ക സമയങ്ങളിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേക്കും സർപ്രൈസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുക്കാന്നാണ് എന്റെ പ്ലാൻ. വരെ പോയി സൂഡിയോയിൽ കയറാണ്ട് എങ്ങനെയാ പോകുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ സൂഡിയോയിൽ അണ്ടൊക്കെ അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ എന്തെങ്കിലുമൊക്കെ ഞം കഴിക്കാൻ വേണ്ടി നേരെ അവളുടെ ഫേവറേറ്റ് ഷവർമ സ്പോട്ടിലാണ് പോയത്. അവിടെ പോയിട്ട് 2 ഷവർമ റോളും 2 ലൈമും പറഞ്ഞിട്ട് അങ്ങോട്ട്. ഞാനാണെങ്കിൽ നാട്ടിൽ വന്ന ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് ഒന്നും കളയാറില്ല കേട്ടോ. ഫുഡ് വന്നാലും ഫുഡ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ 100 കഥകളുള്ളതുകൊണ്ട് ഞങ്ങൾ കഥകൾ പറഞ്ഞോണ്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നാളെയാണ് കേട്ടോ കസിന്റെ കല്യാണത്തിന്റെ തലേന്ന്. അതിന്റെ കുറച്ച് പ്ലാനിങ്ങും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ വീട്ടിൽ വന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കവർ ഉണ്ടാവും കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.